ഹലോ, ഹായ്. ജീവിതത്തിലെ ചില സമയത്തൊക്കെ മൊത്തം ശോകം അടിച്ചിരിക്കുന്ന സമയമില്ലേ, ഫുൾ ഡാർക്കായിട്ട് മനസ്സ് മുഴുവനും ഡൗണായി ഇനി എങ്ങോട്ട് പോകണം, ചിലപ്പോഴൊക്കെ അങ്ങ് തീർന്നേക്കാം എന്ന് വിചാരിക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലോ. ഞാൻ പഠിപ്പിച്ചൊരു കൊച്ചുണ്ടായിരുന്നു അങ്ങനെ കേട്ടോ. അവൻ വളരെ ഡൗണാണ്. അവന് ഉണ്ടായിരുന്ന പെങ്കുച്ച് തേച്ചു പോയി, പാടെ വിഷമിച്ചു, വീട്ടിലും പ്രശ്നങ്ങളെ പാടെ വിഷമിച്ച് ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വെറുതെ ഞാൻ അവനോട് ഇങ്ങനെ കുശലമൊക്കെ ചോദിച്ച് ചെന്നാണ്. അപ്പോൾ അവൻ ആകെ കട്ട ഡാർക്ക് സീനാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നീ ഇങ്ങനെ ഡൗൺ അടിക്കാതെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും ഇങ്ങനെ ഒരു കൊന്തയുണ്ട്. അപ്പം ഞാൻ ആ കൊന്ത അവൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മോനെ, നീ ഈ കൊന്ത ഏതായാലും എൻ്റെ കഴുത്തിലിട്, നിനക്കൊരു ആശ്വാസം കിട്ടും. അവൻ എന്നെ വിശ്വസിച്ചിട്ടാണോ ഞാൻ അവനെ വിശ്വസിച്ചിട്ടാണോ എന്നറിയില്ല, ഏതായാലും അവൻ ആ കൊന്ത എടുത്ത് കഴുത്തിലിട്ടു. പിറ്റേ ദിവസം രാവിലെ അവൻ വരുന്നത് ശരിക്കും ഒരു ഉദയസൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരത്തില്ലേ, അതേ ഭാവത്തിലാണ് അവൻ്റെ മുഖം ഇരിക്കുന്നത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ ഈ സാധനം പൊളിയാട്ടോ, ഈ സാധനം. ഞാൻ പറഞ്ഞ, എൻ്റെ സാധനമല്ല, ഇത് മാതാവിൻ്റെ ജപമാലയാ, കൊന്തയാ, എന്താണേലും അത് പൊളിയാ അമ്മേ. എനിക്ക് ഭയങ്കര സീൻ കേട്ടോ, ഞാൻ മൊത്തത്തിലങ്ങ് മാറി. ഇതാണ് അമ്മ. എനിക്ക് മനസ്സിലായി കേട്ടോ അന്ന് എന്തുകൊണ്ടാണ് ഈ അമ്മയെ ഉഷകാല താരമെന്ന് വിളിക്കുന്നത്. കട്ട ഡാർക്ക് സീനിൽ നമ്മുടെ ഇരുണ്ട രാത്രിക്കകത്ത് നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു നക്ഷത്രം ഇങ്ങനെ വരും. ഈ നക്ഷത്രത്തെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ, ഈ നക്ഷത്രം നമ്മുടെ അമ്മയാണ്. അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉറപ്പാണ് അടുത്തത് ഉഷകാലമാണ്. അമ്മയെ നോക്കിയാൽ ജീവിതത്തിൽ പ്രഭാതമോ സന്തോഷമോ ഇല്ലാതെ ഒരു മനുഷ്യരില്ല. എൻ്റെ മമ്മി പൊളിയാണ്, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മമ്മി പൊളിയാണ്. അതുകൊണ്ട് ഈ മമ്മി ഒന്ന് നോക്കാവോ, ഈ മമ്മിയുടെ കൂടെ ഒന്ന് നടക്കാവോ. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ്. ചുമ്മാ പറയുന്നതല്ല, ഈ മുഖത്തെ ഈ ഹാപ്പിനെസ് മുഴുവൻ ഈ കർമ്മല മകളായതുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണോ ഈ ഹാപ്പിനെസ്സും സന്തോഷവും ഈ ഡാർക്ക് സീനൊക്കെ ഒന്ന് മാറ്റി അടിപൊളിയാക്കണ്ടേ നമ്മുടെ ജീവിതമൊക്കെ. ഓക്കെ, വാ, നമുക്ക് കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാം. അമ്മയുടെ കൂടെ മമ്മിയും ഞാനും എന്നൊരു ഭാവത്തിൽ സുഖമായിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഡൺ.